നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ അനാട്ടമി അല്ലേ, ആ റിബ് ഗേജ് എടുത്തു കണ്ടാ. യെസ്, നമ്മളെടുത്ത് പറയാൻ പോകുന്നത് റെസ്പിറേഷൻ്റെ ചെറിയൊരു ഭാഗമാണ്. പിന്നെ നമുക്ക് നോക്കാം. ഹ്യൂമൻ റെസ്പിറേഷന് എവിടെ നിന്ന് എവിടത്തേക്കാണ് നടക്കുക എന്നുള്ള ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. പിന്നെ യെസ്, ഇതെന്താണ്, വിൻഡ് പൈപ്പാണല്ലേ. വിൻഡ് പൈപ്പിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ട്രക്കിയ. വിൻഡ് പൈപ്പിന് നമ്മൾ പറയുന്ന പേര് ട്രക്കിയ. നോസ്ട്രിൽ നിന്ന് തുടങ്ങി പിന്നെ ട്രക്കിയയിലൂടെ, പിന്നെ നമ്മുടെ ട്രക്കിയയിലൂടെ പിന്നെ എവിടത്തേക്ക് എത്തണോ, യെസ്, രണ്ട് സൈഡിലും ലങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മസിൽസ് ഇല്ല. അപ്പോൾ ഈ ട്രക്കിയ 2 ബ്രാഞ്ചായിട്ട് മുറിയും. അപ്പോൾ അതിന് ബ്രോഞ്ചി എന്ന് പറയും. പിന്നെ ബ്രോഞ്ചിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ബ്രോഞ്ചിയോൾ എന്ന് പറയും. അതിൻ്റെ തെമ്പത്ത് എന്ത് ചെയ്യുമോ, ഒരു എയർ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിന് നമ്മൾ ആൽവിയോൾ എന്ന് പറയും. ഓക്കെ, ഇവിടെ ഇതിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്ന ഒരു മസിൽസ് ഉണ്ട് ഇവിടെ. ആ മസിലിൻ്റെ പേരാണെന്ത്, ഡയഫ്രം എന്ന് പറയുന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം, ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ലങ്സ് എന്ത് ചെയ്യാണ്, എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഇത് പിന്നെ ഇൻസൈഡ് ചെസ്റ്റ്, നമ്മളെ ചെസ്റ്റിൻ്റെ ഇൻസൈഡിലാണല്ലേ. ആ ക്യാവിറ്റി തൊറാക്സിക് ക്യാവിറ്റി എന്നാണ് പറയുക നമ്മളെ. ഈ ഇത്രയും പിന്നെ നമ്മളെ തൊറാക്സിക് ക്യാവിറ്റി ഉണ്ട്. പിന്നെ അവിടുന്ന് താഴോട്ടേക്ക് അബ്ഡമൻ ഉണ്ട്. അബ്ഡമൻ്റെയും പിന്നെ ഇവിടെ അബ്ഡമൻ ആണെങ്കിൽ അബ്ഡമൻ്റെയും പിന്നെ തൊറാക്സിക് ക്യാവിറ്റിയുടെയും പിന്നെ ഇടയിലുള്ളൊരു സാധനമാണ് എന്ത്, ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം ഈസ് എ മസ്കുലാർ വാൾ ദാറ്റ് സെപ്പറേറ്റ് ദ തൊറാക്സിക് ക്യാവിറ്റി ആൻഡ് ദ അബ്ഡമനൽ ക്യാവിറ്റി. അബ്ഡമനൽ ക്യാവിറ്റിയും തൊറാക്സിക് ക്യാവിറ്റിയും തമ്മിൽ വേർതിരിക്കുന്ന വാള് എന്ന് പറയുന്നത് ആരാണ്, ഡയഫ്രമാണ്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഡോം ഷേപ്പ്ഡ് അപ്വാർഡായിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ മസിൽസാണ്. എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, റിബ് ഗേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതെന്തിലാണ് റോള് വഹിക്കുന്നത്, കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ ലങ്സ് ചുരുങ്ങുന്നതിനും വികസിക്കുന്നതിലും ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് യെസ്, റെസ്പിറേറ്ററി ട്രാക്ക്. നമ്മുടെ ഓക്സിജൻ, നമ്മുടെ ജീവവായു എന്ത് ചെയ്യാണ്, നോസ്ട്രിൽ വഴി, ട്രക്കിയ വഴി, ബ്രോഞ്ചിയ വഴി, ബ്രോഞ്ചിയോൾസ് വഴി ആൽവിയോളിലെത്തുന്നു. ഇതാണ് ആൽവിയോൾ, കണ്ട, എയർ ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ. എല്ലാ ജീവജാലങ്ങളും എന്തുകൊണ്ട് മെയ്ഡപ്പ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് ആർ മെയ്ഡപ്പ് ഓഫ് സെൽസ്. പിന്നെയോ സെല്ലിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്ത് വേണം, എനർജി വേണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗ്ലൂക്കോസിൻ്റെയും ഷുഗറിൻ്റെയും ഫോമിൽ സെല്ലിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ എനർജീനെ ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് അല്ലേ, അപ്പോൾ ആ വേസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ റിച്ച് ഓക്സിജനുള്ള എയർ ഉള്ളിലേക്ക് എടുക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇവിടെ വേസ്റ്റായിട്ട് കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറത്തേക്ക് ബ്രെത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ 2 പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് ഇൻഹലേഷൻ, പുറത്തേക്ക് വിടുന്ന പ്രോസസ്സ് എക്സൈലേഷൻ. 2 പ്രോസസ്സും ഒരുമിച്ച് വന്നാൽ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നു. റെസ്പിറേഷനിൽ ശരിക്കും നമ്മൾ നേരത്തെ സർക്കുലേഷനിൽ ലങ്സിനൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞ പോലെ റെസ്പിറേഷനിൽ ഹേർട്ടിന് ഒരു പങ്കുണ്ട്. അതായത് ഓക്സിജനെ അങ്ങ് എത്തിക്കുന്നതും ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചെത്തിക്കുന്നതും ആരാണ്, പിന്നെ നമ്മുടെ ഹേർട്ടിലുള്ള പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഹേലേഷൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ എയർ എടുക്കുകയാണ്, എയർ ഈസ് ഡ്രോൺ ഇൻ, ഉള്ളിലേക്ക് എയർ എടുക്കുകയാണ് അല്ലേ, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഡയഫ്രം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻ സൈറ്റ്ലി. യെസ്, ഡോം ഷേപ്പുള്ള ഡയഫ്രം എന്ത് ചെയ്യാണ്, പിന്നെ കോൺട്രാക്ട് ചെയ്തിട്ട് ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി, ചെറുങ്ങനെ ഫ്ലാറ്റായിട്ട് വരും. പിന്നെയോ ഒരു ഡോം ഷേപ്പാണ് നമ്മൾ പറഞ്ഞില്ലേ, യെസ്, അത് താഴെ വന്നിട്ട് ശരിക്കാവും, നേർക്കാവും. എന്നിട്ടോ നമ്മളെ റിബ് ഗേജ് ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യണം, അപ്വാർഡ് ആവും. കണ്ട അവിടെ കണ്ട എയറോ മാർക്ക് കണ്ട, റിബ് അപ്വാർഡ്. പിന്നെയോ വോളിയം ഓഫ് തൊറാക്സിക് ക്യാവിറ്റി ഇൻക്രീസസ്, ഇവിടെയുള്ള വോളിയം എന്ത് ചെയ്യും, തൊറാക്സിക് ക്യാവിറ്റിയിലുള്ള വോളിയം പിന്നെ ഇൻക്രീസ് ആവും. യെസ്, ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ഡിക്രീസ് ആവും എന്നറിയാവാ, പ്രഷർ ഡിക്രീസ് ആവും. ഓക്കെ, ഇവിടെ കണ്ട പ്രഷർ ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും വോളിയം ഇൻക്രീസ് ആവുന്നു, പ്രഷർ ഡിക്രീസ് ആവുന്നു. ആ സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ എയർ പിന്നെ അറ്റ്മോസ്ഫിയർ എയർ ലങ്സിലേക്ക് ഉള്ളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഈ ലങ്സിൻ്റെ പിന്നെ ലങ്സ് എക്സ്പാൻഡ് ആവുന്നു. ഇതാണ് ഇൻഹേലേഷനിൽ നടക്കുന്നത്. ഇത് ജസ്റ്റ് എന്താണ് ഒരു
നമ്മളെ എന്താ പറയുക മുട്ടായി പാട്ടയിലുണ്ടല്ലോ, അടി അങ്ങ് മുറിച്ചളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെൻ്റാണ്. ഇവിടെ ഒരു കോർക്ക് ഇട്ടിട്ട്, മരത്തിൻ്റെ കോർക്ക് ഇട്ടിട്ട് ഒരു വൈ ഷേപ്പുള്ളൊരു ട്യൂബ് പിന്നെ ഇട്ടിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഉള്ളിലൊരു ഒരു ബലൂണുണ്ട്, ഇവിടെ ഒരു ബലൂണുണ്ട്, അടിയിലും ഒരു ബലൂണുണ്ട്. ഡയഫ്രം ബലൂൺ പോലെ ആക്കിയിട്ടാണ്. ഈ ഡയഫ്രം അടിയിലേക്ക് എന്ത് ചെയ്യണം, ഫ്ലാറ്റ് ആക്കിയ സമയത്ത് ഇവിടെ എക്സ്പാൻഡായി. ഇനിയിപ്പോൾ ഡയഫ്രം മുകളിലോട്ടേക്ക് പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തുമ്പോൾ ലങ്സിന് എന്ത് മാറ്റാൻ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഡയഫ്രം റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേജ്, എക്സലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വിടുന്ന സമയത്ത് ഡയഫ്രം മൂവ് ബാക്ക്. ഡയഫ്രം എന്ത് ചെയ്യണു, നേരത്തെ പൊസിഷനിലേക്ക് പോകും, പ്രീവിയസ് സ്റ്റേജിൽ ഡോം ഷേപ്പിലേക്ക് തന്നെ പോകും. നേരത്തെ എന്ത് ചെയ്യാണ്, ഫ്ലാറ്റ് ആവുകയാണ് ചെയ്യുന്നത്. റിബ് ഗേജ് മൂവ് ഡൗൺ. റിബ് ഗേജ് കണ്ട നമ്മുടെ നെഞ്ചും കൂട് താഴോട്ടേക്ക്. വോളിയം ഓഫ് തൊറാക്സിക് ക്യാവിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇവിടെയുള്ള വോളിയം എന്ത് ചെയ്യണം, ഡിക്രീസ് ആവും. ഓക്കെ, പുറത്തേക്ക് പോകണമല്ലോ അല്ലേ. അപ്പോൾ വോളിയം ഡിക്രീസ് ആകുന്ന സമയത്ത് പ്രഷർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് കേട്ടോ. പ്രഷറും വോളിയം ഓഫ് തൊറാക്സിക് ക്യാവിറ്റിയും ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പിന്നെ യെസ്, ഒന്നുമില്ല, വോളിയം കൂടുമ്പോൾ ഇത് കുറയും, അത്രയാണ്. ഇനി വോളിയം കുറയുമ്പോൾ ഇത് കൂടും. ഓക്കെ, പിന്നെ പ്രഷർ ഇനി ലങ്സ് എന്ത് ചെയ്യണം, ലങ്സ് ചുരുങ്ങണം. യെസ്, ഇവിടെയുള്ള ലങ്സ് കോൺട്രാക്റ്റ് ചെയ്യുന്നു. യെസ്, കണ്ട ലങ്സ് ചുരുങ്ങിയേണ്ട. പിന്നെയോ എയർ ഫ്രം ദ ലങ്സ് മൂവ് ഔട്ട്, പുറത്തേക്ക് എയർ പോയി, കാർബൺ ഡൈ ഓക്സൈഡ് പോയി. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അത്ര തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ടോ, ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ഒരു ചിത്രം ടെക്സ്റ്റിലുണ്ട്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഫോട്ടോസിന്തസിസ്. ഇത് ഡേ അല്ലേ, കണ്ടാ ഇവിടെ ഒരു മൂണില്ലേ, അപ്പോൾ ഇത് രാത്രി ആയിരിക്കൂലേ. യെസ്, അപ്പോൾ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും എപ്പം നടക്കും, ഡേ ടൈമിൽ നടക്കും. നൈറ്റിൽ എന്ത് മാത്രമേ നടക്കൂ, നൈറ്റിൽ പിന്നെ റെസ്പിറേഷൻ മാത്രമേ നടക്കൂ. രാത്രി കാലങ്ങളിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഓക്സിജൻ തന്നെയാണ് എടുക്കുക. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. അതുകൊണ്ടാണ് ലിവിങ് പ്ലാന്റ്സ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, പിന്നെയോ വാട്ടർ എടുക്കുന്നു, എന്നിട്ട് എന്തുണ്ടാക്കുന്നു, എന്തിൻ്റെ ഹെൽപ്പോടെ, നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ഹെൽപ്പോടെ. എന്താ ഉണ്ടാക്കുന്നത്, നമ്മൾ 6ാം ക്ലാസ് പിന്നെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് പഠിച്ചല്ലേ. യെസ്, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെ എന്തുണ്ടാകുന്നു, ബൈ പ്രൊഡക്റ്റായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു. ഈ ഓക്സിജൻ അല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായത് പിന്നെ ജസ്റ്റ് ഇങ്ങൾക്കില്ല ലൈറ്റ് അതായത് പിന്നെ റെസ്പിറേഷൻ 2 ടൈപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് ലൈറ്റിൻ്റെ ഹെൽപ്പോടെ രാവിലെ, ഇത് ഡാർക്ക് ലൈറ്റിൻ്റെ ഹെൽപ്പില്ലാതെ. ഇത് എവിടെ നിന്നാണ് നടക്കുകയെന്ന് ചോദിക്കും. നമുക്ക് ക്ലോറോപ്ലാസ്റ്റിലാണെന്നൊക്കെ അറിയാം. സെൽ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസമെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ട്രിക്ക് എന്താണ്, ഗ്രാന എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണങ്ങ് തുറക്കുക, സ്ട്രോമ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് കണ്ണെന്ത് ചെയ്യുക, അങ്ങ് അടച്ചാളിയുക. ഇത് എവിടെയാണെന്ന് ചിലപ്പോൾ USSന് ചോദിക്കും. ഓക്കെ, എൽവിയോളി എൽവിയോൾസ് ആണ് സിംഗുലർ. എൽവിയോളൈ നമ്മൾ റേഡിയസിൻ്റെ പിന്നെ പ്ലൂരൽ എന്ന് പറയുന്നത് റേഡൈയ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു സാധനം. അപ്പോൾ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ഫ്രൂട്ട് പോലെയുള്ള അല്ലേ, ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ, ടൈനി ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. പിന്നെ സാക്ക്, ഒരു ചെറിയ നമ്മളിപ്പോൾ എറിഞ്ഞിട്ട് പൊട്ടിക്കുന്ന ഒട്ടാസ് പോലത്തെ. ലൊക്കേറ്റഡ് എൻഡ് ഓഫ് ദി ബ്രോഞ്ചിയോളിൻ്റെ ഏറ്റവും തമ്പത്താണ് ഉണ്ടാവുക. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്, ആൽവിയോളിയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കിഡ്നി വരും. കിഡ്നിയുടെ പിന്നെ എക്സ്ക്രീറ്റഡ് ഓർഗനിൽ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് യോജിക്കണമെങ്കിൽ നെഫ്രോൺ. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഓരോന്ന് നേരം പഠിച്ച ആളാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു സാധനം മനഃപൂർവ്വം എഴുതിയത് എന്താണെന്നറിയാം, ATP അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സെല്ലിനും പിന്നെ എന്ത് ചെയ്യണം, സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓക്സിജൻ പിന്നെ എത്തണം അല്ലേ. ഓക്സിജൻ എത്തി അവിടെയുള്ള പിന്നെ ഗ്ലൂക്കോസ് എൻ്റെ കൂടെ എന്ത് ചെയ്യുമോ, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി കിട്ടണം അല്ലേ. ഈ എനർജി ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനർജി കറൻസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ATP ആണ്. നിങ്ങൾ വലിയ ക്ലാസ്സിലാണ് പഠിക്കുക, പക്ഷേ ആ ചോദ്യം കണ്ടിട്ട്